ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സെൽഫ് കെയർ റൂട്ടീനാണ്. ഇപ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തീരെ സമയം കിട്ടാറില്ല കേട്ടോ എനിക്ക് സെൽഫ് കെയർ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആകെ ഇങ്ങനെ ഫ്രീ ഡേ ഒക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ നമുക്കൊന്ന് മെനക്കി കുളിച്ച് സുന്ദരി കുട്ടപ്പികളായാലോ. ഇപ്പോഴത്തെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഹെയറും സ്കിന്നും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടാറേ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയും തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രീ ആയിട്ടിരിക്കാൻ നമുക്കൊരു ഓയിൽ ഉണ്ടാക്കാമെന്ന്. ഞാൻ എപ്പോഴും ഹോട്ട് ഓയിലാണ് എപ്പോഴും ചെയ്യാറ് മുടിയിൽ. ഞാൻ എപ്പോഴും റോസ്മേരി ഓയിലാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കുവാണ്. ഞാൻ ഇന്നത്തെ ആ സമയത്തേക്ക് മാത്രമുള്ള ഓയിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തുളസി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഉള്ളവർക്ക് ചെമ്പരത്തി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഈ 3 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നല്ലോണം വളരാനും പിന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും പിന്നെ പെയിൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതേപോലെയാണ് എടുക്കുക. അപ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റ് നേരം മാക്സിമം ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു കുറച്ചങ്ങോട്ട് ചൂടാറിക്കഴിയുമ്പോൾ ഹെയറിലിടാം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ ജടയൊക്കെ നല്ലോണം കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. കൂടുതലും സ്കാൽപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള എണ്ണയാണിത്. അതുകൊണ്ട് സ്കാൽപ്പിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം സ്ട്രാൻഡ്സിലിടാം കേട്ടോ. മുടി ഇതേപോലെ കമത്തിയിട്ട് ഇൻവേഴ്സ് മെത്തേഡിലും കൂടി മസാജ് ചെയ്താൽ മുടി നല്ലോണം വളരും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ബാലാമണിയാണ്, അച്ഛൻ്റെ പെറ്റാണ്, അച്ഛൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛന്. അപ്പോൾ നമ്മുടെ മുടിയിലെ കാര്യങ്ങൾ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫേസിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും തീരെ സമയമില്ല ഈ ഫേസ് പാക്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു വരുന്ന റൂട്ടീനാണ് ഈ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ ഈ ഒരു റൂട്ടീൻ ചെയ്യണത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡെയിലി ഫേസ് പാക്ക് ഇട്ടില്ലെങ്കിലും ആ ഫേസ് പാക്ക് ഇടുമ്പോൾ ഉള്ളൊരു ഗ്ലോ ഇപ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു റൂട്ടീനാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും ചെയ്യും. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ സ്കിന്നൊന്ന് പഴയ പോലെ തന്നെ ഗ്ലോ ആയിട്ട് സൂക്ഷിക്കാൻ ഈ ബിസി ലൈഫിൽ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ആദ്യം തന്നെ ഞാൻ റേസർ ഉപയോഗിച്ച് ഞാൻ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പണ്ടൊന്നും ഞാൻ ഒരിക്കലും മുഖം ഷേവ് ചെയ്യാറേ ഇല്ല. എനിക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഇനി ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെയർ പിന്നെയും വളരോ, അല്ലെങ്കിൽ ഹെയർ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പിറ്റേ ദിവസത്തേക്ക് പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എപ്പോഴും ചെയ്ത് വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരാണ്ട് സ്കിൻ നല്ലോണം ഗ്ലോ ആയിട്ട് ഇരിക്കാൻ കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ പണ്ട് അലോവേര ജെൽ ഇട്ടാണ് ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരുന്നത്. ആകെ 1-2 പ്രാവശ്യമൊക്കെ വർഷത്തിലൊരിക്കലൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അലോവേര ജെല്ല് മാറ്റിയിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് പതിയെ ഷേവ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷേവ് ചെയ്യരുത്. പതിയെ അമർത്താണ്ട് പതിയെ വേണം, ജെൻറ്റിലായിട്ട് വേണം ഷേവ് ചെയ്യാൻ. അതിന് ശേഷം നമ്മൾ ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുമായിരിക്കുമല്ലോ സ്കിൻ. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് കാം ചെയ്യാൻ വേണ്ടി എന്തായാലും ഇത് മസ്റ്റാണ്. ഒരു ഐസ് വെച്ച് കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബ് നല്ലോണം സ്കിന്നിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കുറേ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ മുഖത്ത് ചെറിയ പാടുകളുണ്ട്. പാടല്ല, ഇങ്ങനെ കാര പോലത്തെ സംഭവമുണ്ട്. അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കാൻ പോകുവാണ്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഷേവിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാത്രം പോരാ, ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവലാണ്. എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാരുടെ ഒരു ബാഡ് ഡ്രീം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കും, പ്രത്യേകിച്ച് മൂക്കിൽ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു റീൽസ് കണ്ടിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കുന്നതാണ്. അതായത് കുറച്ച് എഗ് വൈറ്റും പിന്നെ മഞ്ഞൾപ്പൊടിയും ഈ
കോഫി പൗഡർ ഉണ്ടല്ലോ, കോഫി പൗഡറും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. അതായത് നമ്മൾ പീൽ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഞാൻ പീലും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പീൽ ചെയ്യുമ്പോഴും എനിക്ക് പിമ്പിൾസ്, മൂക്കിൻ്റെ സൈഡിലൊക്കെ പിമ്പിൾസ് വരാറുണ്ട്. പക്ഷേ ഇത് ഒരു എക്സ്പീരിമെൻ്റലായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ 100% സക്സസ്ഫുൾ ആയിരുന്നു ഗൈസ് അത്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഞാൻ ചെയ്ത രീതിയും തെറ്റിപ്പോയി. ഇതേപോലെയല്ല, ഫസ്റ്റ് ടൈം ആണല്ലോ, അതുകൊണ്ട് എല്ലാ തെറ്റും എല്ലാവർക്കും പറ്റുമല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്ത് ഒരു കോട്ട് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെയും ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ ഞാനൊരു കോട്ട് ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. കണ്ട ടിഷ്യൂ പേപ്പർ ഇട്ടപ്പോഴാണ് എനിക്ക് തെറ്റ് പറ്റിയത് ഗൈസ്. ലൈറ്റായിട്ടുള്ള നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ആയിരുന്നു. ഞാനിത് ഒരു ടിഷ്യൂ പേപ്പർ മൊത്തത്തിൽ ഇട്ടു. അപ്പോൾ നമ്മുടെ ഈ എന്താണ് മൂക്ക് ഇടിച്ച് പരത്തിയ പോലെ ആയിപ്പോയില്ലേ, മൂക്കിലെന്തോ പ്ലാസ്റ്റർ ഇട്ട പോലെ ആയിപ്പോയി ഗൈസ്. അപ്പം അത് സാരില്ല, അത്രയൊന്നും കട്ടിയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നൈസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പൊക്കത്തൂടെ നല്ലോണം ഒരു കോട്ടയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ഉണങ്ങിയതിന് ശേഷമാണ് പീൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പീൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് പോകണതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് നല്ലോണം പോകുന്നുണ്ടായിരുന്നു. സ്കിൻ നല്ല സോഫ്റ്റും സ്മൂത്തും ആവും കേട്ടോ. ഇനി ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഫേസ് ഷേവ് ചെയ്യുക, പിന്നെ ഐസ് വയ്ക്കുക. പിന്നെ ഞാൻ പീൽ ചെയ്യണത് ഞാൻ എപ്പോഴും ചെയ്യാറില്ല, ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു ഫേസ് പാക്ക് ഇടും. ഫേസ് പാക്ക് ഒന്നുമില്ലെങ്കിൽ തൈര് മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ തൈരും കടലമാവും കൂടി ഇടാം കേട്ടോ. ഇന്ന് ഞാൻ അതല്ല ഇടുന്നത്. ഇന്ന് ഞാൻ ഈ എം കഫേയുടെ കോഫി ഫേസ് മാസ്ക് ആണ് ഇടുന്നത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ കുറേ നാളായി യൂസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും ഗ്ലോയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും തൈരും കടലമാവും ആണ് ഇടാറ്. അപ്പോൾ ഇതും ഒരു 20 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിക്കളയും. അപ്പോൾ അത് ഉണങ്ങി വരുന്നത് വരെ ഞാനൊരു ഹെയർ പാക്കും കൂടി ഇടുന്നുണ്ട്. ഹെയർ പാക്ക് എപ്പോഴും ഞാൻ ഇടുന്ന പോലെ തന്നെ തൈരും മുട്ടയുണ്ടല്ലോ, അതൊരു ഫുൾ എഗ്ഗ് ഞാൻ ഇടുന്നുണ്ട്, യോക്കും ഇടുന്നുണ്ട്, അതേപോലെ എഗ് വൈറ്റും ഇടുന്നുണ്ട് കേട്ടോ. അത് മൊത്തം ഒരു എഗ്ഗും കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒരു 20 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ. ഇനി ഞാൻ എപ്പോഴും ഡെയിലി അല്ല, ഇതും വീക്ക്ലി രാത്രി ചെയ്യുന്നത് കേട്ടോ. എങ്ങനെ ഞാൻ ശനിയാഴ്ച ചെയ്യുവാണെങ്കിൽ ഞായറാഴ്ച ഞാൻ എങ്ങും പോവാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. അതാണ് ആ ഒരു സംഭവം കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് ഇത് ഒരു പീലിംഗ് സൊല്യൂഷനാണ്. കെമിക്കൽ പീൽ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും കെമിക്കൽ പീലാണ് ചെയ്തു വരാറ്. ഇത് ഞാൻ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു കെമിക്കൽ പീലാണ്, ഇത് പിലിഗ്രിമിൻ്റെ കെമിക്കൽ പീലാണ് കേട്ടോ. AHA/BHA പീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും പിറ്റേ ദിവസത്തേക്ക്. അതേപോലെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ലോണം സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ എപ്പോഴും ശ്രദ്ധിക്കുക, പിറ്റേ ദിവസം എന്തായാലും മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. യൂസ് ചെയ്യാണ്ട് പുറത്തിറങ്ങേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ടാനും മാറാനും അതേപോലെ ഡെഡ് സ്കിന്നൊക്കെ മാറാനായിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഓർഡിനറിയുടെയും അടിപൊളിയാണ്. പക്ഷേ ഓർഡിനറിക്ക് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ഈ പിലിഗ്രിമിൻ്റെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിലിഗ്രിമിന് എത്രയോ 400 സംതിങ് ഒക്കെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. അതേപോലെ ഭയങ്കര സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇടുകയും ചെയ്യരുത് കേട്ടോ. ഒരു നമ്മുടെ മുഖത്ത് ഒരു തിൻ ലെയർ പോലെ മാത്രമേ നമ്മളിത് ഇടാൻ പാടുള്ളൂ. ഭയങ്കര കട്ടിക്കൊന്നും ഇട്ട് പോവല്ലേ കേട്ടോ ഗൈസ്, ഒട്ടും അത്രയൊന്നും ഇടരുത്. ആകെ നമ്മുടെ മുഖത്ത് ഇടാനുള്ള അത്യാവശ്യം ലിക്വിഡ് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് മാക്സിമം, എന്നിട്ട് നമുക്ക് കഴുകി കളയാട്ടോ. ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്താലും കുഴപ്പമില്ല. ഭയങ്കര പുകച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കഴുകി കളയാട്ടോ. എന്നിട്ട് ഈ 10 മിനിറ്റിന് ശേഷം പിന്നെ നമ്മളൊരു ഐസ് വെച്ച് കൊടുക്കണം കേട്ടോ. ഐസ് വെച്ച് നമ്മുടെ സ്കിന്നൊന്ന് കാം ചെയ്ത് കൊടുക്കുക. എൻ്റെ ഡെയിലി റൊട്ടീനിലുള്ളൊരു കാര്യമുണ്ട് ഈ ഐസ് വയ്ക്കൽ. ഞാൻ ഒരിക്കലും ഈ ഐസിങ് സ്കിപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെയ്തു വരുന്നൊരു റൊട്ടീനാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാനൊരു ടോണർ അടിച്ചു കൊടുക്കുകയാണ്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണറാണ് ഇത്. കിട്ടുവാണ്, പൊളിയാണ്, സൂപ്പറാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി ടോണറാണ് ഗൈസ്. ടോണർ വേണമെങ്കിൽ ഒരു ഗ്ലാസ് സ്കിന്നിന് പറ്റിയ ടോണർ വേണം, ഗ്ലാസ് സ്കിൻ ആവാനുള്ള ടോണർ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ, അടിപൊളി സംഭവമാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കോസാറസ് ആണ് ഇടുന്നത്. സ്നെയിൽ മ്യൂസിന് എസെൻസ് ആണ് ഇടുന്നത്, അത് ഇടുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല, ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ടിട്ട് കാര്യം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ് ഗൈസ്. പക്ഷേ എനിക്ക് എപ്പോഴും ഭയങ്കര ഡൗട്ടായിരുന്നു ഈ സ്നെയിൽ മ്യൂസിന് എനിക്ക് സ്യൂട്ട് ആവോ, ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് സ്യൂട്ട് ആവോ എന്നൊക്കെ. പക്ഷേ
ട്രസ്റ്റ് മീ ഗൈസ്, എനിക്കിത് ഭയങ്കരമായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. ഭയങ്കര വർക്കിംഗ് ആണ് എൻ്റെ സ്കിന്നിന്. ഇത് ഒരു നാച്ചുറലി ഗ്ലോ തരാനൊക്കെ അടിപൊളിയാണ്, ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ബ്രൈറ്റൻ ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. എൻ്റെ ഒരു 3, 4, 5-ാമത്തെ പേർച്ചേസിങ് ആണെന്ന് തോന്നുന്നു, 4, 5 ആമത്തെ പേർച്ചേസിങ് ആണ് ഇത്. അത്രയും ബോട്ടിൽ ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കണതാണ് ഈ കോസാറസിൻ്റെ തന്നെ സ്നീൽ മ്യൂസിൻ മോയ്സ്ചറൈസർ. ഇത് ഞാൻ ഇത്രയും ഭയങ്കര ഹൈബ്ഡ് ആയതുകൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.